ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ബിക്കോസ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ദെൻ നമ്മളൊരു ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാണ് എവിടേക്കാണെന്നുള്ളതൊക്കെ വഴിയെ പറയുന്നതായിരിക്കും. നമുക്ക് 2:30ക്കാണ് ഫ്ലൈറ്റ്. ഇവിടെ നിന്നൊരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇറങ്ങണം. എയർപോർട്ടിൽ ചെന്നിട്ടാണ്. ഓക്കെ, ബൈ. ഭയങ്കര വിഷമമാണ്. എനിക്ക് ഒരു വിഷമമില്ല. എങ്ങനെയാ ഫ്ലൈറ്റിൽ കേറുന്നത്? ഏണിയുണ്ടോ അതോ കസേരയാ? ശരിയാ ശരി. വണ്ടിയില്ല, ഓടുന്നില്ല. നമ്മളങ്ങനെ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തി. അവിടെ അടുത്തുള്ളൊരു ടീ ഷോപ്പിൽ കയറി ഒരു ചായ കുടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ബോർഡിംഗ് പാസ് എല്ലാം എടുത്തതിന് ശേഷം ഗേറ്റ് നമ്പർ 4 അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഒരു 1:30 ഒക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. 2:40ക്കാണ് നമുക്ക് ഫ്ലൈറ്റ്. രാത്രി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയോ അങ്ങ് വീഡിയോ എടുത്തതാണ്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോയല്ലേ. അപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. എൻ്റെ 2-3 ഫ്രണ്ട്സിൻ്റെ അടുത്തും എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാരുടെ അടുത്തും പറഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഇത്ര അധികം എക്സൈറ്റ്മെൻറ്റോടു കൂടി പറയുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ഇത്ര അധികം എക്സൈറ്റ്മെൻ്റ് ആവുന്നത് എന്തിനാണ്? ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യുന്ന, അതും ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത്രയധികം എക്സൈറ്റ്മെൻറ്റോടു കൂടിയും അത്രയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഓരോ കാര്യവും ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ പല ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഓരോ ചാൻസസും മാക്സിമം മിസ്സാക്കാണ്ടിരിക്കുക. കാരണം ഇപ്പം കിട്ടുന്നത് പിന്നീട് നമുക്കൊരിക്കലും കിട്ടണമെന്നില്ല. അതേപോലെ സാഹചര്യത്തിനൊത്ത് സമയവും സമയത്തിനൊത്ത് സാഹചര്യവും വരണമെന്നുമില്ല. വലിയ കാര്യങ്ങളെക്കാൾ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ ലൈഫിലെ എപ്പോഴും വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എൻജോയ് ചെയ്ത് പോകാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ടൈം മുതൽ ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തുന്ന ടൈം വരെയും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മഴ. 2:40 ഒക്കെ ആയപ്പോഴാണ് പ്ലെയിൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു 4:30 ആ ഒരു ടൈമിൽ നമ്മൾ പൂനെയിലെത്തും. ദെൻ പൂനെയിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് ഫ്ലൈറ്റിന് ജോധ്പൂരിലോട്ട് പോകും. വെളുപ്പിന് 4:30 ആയപ്പോഴേക്കും നമ്മൾ പൂനെ എയർപോർട്ടിലോട്ട് വന്ന്. രാത്രി കയറിയതുകൊണ്ട് തന്നെ നല്ല ടയർഡായിരുന്നു. ഒട്ടും ഉറങ്ങാനൊന്നും പറ്റിയില്ല. ഇവിടെ നമ്മളൊരു 7 hours വെയിറ്റ് ചെയ്യണം. ബിക്കോസ് ഉച്ചയ്ക്ക് 12:15 നമുക്കിനി ജോധ്പൂരിലോട്ടുള്ള നെക്സ്റ്റ് ഫ്ലൈറ്റ്. അവിടെയുള്ളൊരു സെക്യൂരിറ്റി അങ്കിളിനോട് ചോദിച്ചപ്പോൾ പുറത്ത് പോയി നമുക്ക് റെസ്റ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ടോ തിരിച്ച് ഒരു 11 മണിക്കുള്ളിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി. गेट के बाहर खड़ा हूँ. വെളുപ്പിന് 5:30 ആയതേ ഉള്ളൂ ടൈം. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഷോപ്സൊക്കെ ഓപ്പണായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സൈഡിലായിട്ട് സോഫ പോലത്തെ കുറേ കസേരകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്കത് അടുപ്പിച്ചിട്ടിട്ട് അവിടെ വേണമെങ്കിൽ കിടന്നുറങ്ങണമെങ്കിൽ ഉറങ്ങാം. കുറേ പേര് അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനതാണ് കഴിച്ചത്. ഞാൻ വന്നപ്പോഴും ഒരു 5:30 ആയപ്പോഴും ഞാൻ കിടന്നുറങ്ങി. എന്നിട്ട് ഒരു 8 മണിക്ക് എഴുന്നേറ്റിട്ടാണ് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അവൻ അവിടെ നിന്ന് മസാല ദോശയും ചായയും വാങ്ങിച്ചു.
നമ്മൾ ആക്ച്വലി എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിരുന്നു മുകളിലോട്ട് കയറിയത്. അപ്പം നമ്മൾ വന്ന് കയറിയത് ഒരു സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. താഴെ ഫസ്റ്റ് ഫ്ലോറിലല്ല ഇതേപോലത്തെ നിറയെ ഷോപ്സ് വേറെ ഉണ്ടായിരുന്നു ഗൈസ്. സ്റ്റുഡിയോ, സ്റ്റാർബക്സ്, അതേപോലെ ട്രെൻഡ്സ്, അങ്ങനെയൊക്കെ. നമ്മൾ പിന്നെ മെയിൻ എൻട്രൻസിലൂടെ വെളിയിലിറങ്ങി. ദെൻ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ അവിടെ നിന്നൊരു ചായ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയി. നമ്മളിപ്പോൾ എയറോമോളിൻ്റെ അടുത്തുള്ള ഒരു ടീ ഷോപ്പിലോട്ട് വന്നേക്കാണ് ചായ കുടിക്കാനായിട്ട്. ഇവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ എയർപോർട്ടിലോട്ട് പോകും. അവിടെ ചെന്നിട്ട് കാണാം. കടയിൽ നിന്നാണ് ചായ കുടിച്ചത്. ഒരു ചായക്ക് 20 രൂപ. നമ്മൾ വെളുപ്പിന് ഇതുവഴിയാണ് ഡയറക്റ്റ് എയറോമോളിലോട്ട് പോയത്. ചൂടുണ്ട് തണുപ്പുണ്ടെങ്കിൽ ഓവർ ചൂടുമല്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു. നമ്മൾ രാവിലെ ഇറങ്ങിയെടുത്ത് തന്നെയാണ് ഇപ്പോഴും വന്നേക്കുന്നത്. ഇവിടുന്ന് വേണം പോകാനായിട്ട്. iPhone 15 ഒരു കേസ് വാങ്ങാനായിട്ട് നോക്കിയതാണ്. 1,999. നമ്മുടെ കയ്യിലുള്ള കേസ് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 50% ഓഫ് ഉണ്ടാവും. ഫ്ലൈറ്റിന് ഇനിയും ടൈം ഉള്ളതുകൊണ്ട് നമ്മൾ എയർപോർട്ടിനുള്ളിലുള്ള മിക്ക കടയിലും കയറി ഇറങ്ങി ഓരോ സാധനത്തിൻ്റെ റേറ്റ് എല്ലാം നോക്കി. അവിടെ നിന്നൊന്നും വാങ്ങാൻ പറ്റില്ല കേസ്. ഓൾറെഡി അറിയായിരിക്കും എയർപോർട്ടിനുള്ളിൽ നമുക്കൊന്നും വാങ്ങാൻ പറ്റത്തില്ല, ഒടുക്കത്തെ റേറ്റ് ആയിരിക്കും. ചിലത് കാണുമ്പോൾ വാങ്ങാൻ തോന്നും, പക്ഷേ വാങ്ങിയില്ല. പൂനെയിൽ നിന്ന് ഇനി നമ്മൾ ജോധ്പൂരിലോട്ട് പോവാണ്. ജോധ്പൂർ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കധികം വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. ബിക്കോസ് അത് എയർഫോഴ്സിൻ്റെ എയർപോർട്ടാണ്. ആൻഡ് നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് മാമനും മാമിയും വെളിയിൽ വെയിറ്റ് ചെയ്ത് പോണ്ടായിരുന്നു. മാമനും മാമിയും ജോധ്പൂരല്ല, മാമനും മാമിയും ജോധ്പൂരിൽ നിന്ന് ബലോത്ര എന്ന് പറയുന്നൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അതേപോലെ നമ്മുടെ വേറൊരു റിലേറ്റീവ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പയുടെ മരുമോളും കുഞ്ഞും ഇവിടെ രാജസ്ഥാനിലാണ്. ചേട്ടൻ ആർമിയിലായതുകൊണ്ട് തന്നെ ചേച്ചി ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവരെയും കണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്.
ഒരു 2:30 നമ്മൾ ജോധ്പൂരിൽ ലാൻഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു മലയാളി ഹോട്ടലിൽ കയറി. ആ ഹോട്ടലിൻ്റെ പേരെന്തോന്നും അറിയില്ല, നോക്കിയില്ല. ഞാൻ നമ്മുടെ നാട്ടിലെ ഊണ് തന്നെയായിരുന്നു ഓർഡർ ചെയ്തത്. കാരണം എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഊണ് ഓർഡർ ചെയ്തു. അച്ചു ചിക്കൻ ബിരിയാണിയും മാമി മട്ടൻ ബിരിയാണി ആൻഡ് മാമൻ പൊറോട്ട ദെൻ ചിക്കൻ സ്റ്റൂ ആണെന്ന് തോന്നുന്നു. ഇത് ഇത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചോറിൻ്റെ കൂടെ നല്ല അയില മീൻ. ചോറ് ആക്ച്വലി നല്ലതായിരുന്നു കേട്ടോ, നമ്മുടെ നാട്ടിലെ ഊണ് പോലെ തന്നെയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കിയൊന്നും ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. മട്ടൻ ബിരിയാണി നല്ലതായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനുശേഷം നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മലയാളി നടത്തുന്ന ഒരു കട ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് പോയിരുന്നു. ജോധ്പൂരിൽ നിന്ന് ബലോത്ര വരെ നമുക്ക് 2 മണിക്കൂർ ട്രാവൽ ഉണ്ട്. ഇവിടെ ഇപ്പോൾ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വഴിയോരങ്ങളിലൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ബ്ലാങ്കറ്റ്സ്, ജാക്കറ്റ്സ്, ഇതും തണുപ്പത്തിടുന്ന എല്ലാ ടൈപ്പ് ഓഫ് ക്ലോത്ത്സ്, പിന്നെ ടെഡി ബിയേഴ്സ്, പാണ്ടാസ്, ഇതെല്ലാം ഈ ഒരു ടൈമിലാണ് ഈ വഴിയോരങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ വരുന്ന വഴിക്ക് മിനിമം ഒരു 3 ആക്സിഡൻ്റ് എങ്കിലും കണ്ടു കാണും. പിന്നെ സൈഡിലെല്ലാം നിറയെ ഒട്ടകങ്ങളും കുതിരകളും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മൾ ബലോത്രയിലുള്ള നമ്മുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ടിൽ ദെൻ ബൈ.